Hello friends, welcome back to our channel Pepper Pots. അപ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് തൈര് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എത്ര പേർക്ക് അത് കൃത്യമായിട്ട് ക്രീമി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ അറിയാം? ആണ് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് അത് വീട്ടിൽ ക്രീമി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ച് ഒരു കെയർഫുൾ ആയിട്ട് ഒരു ട്രിക്ക് ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ തൈര് കൃത്യമായിട്ട് നമുക്കൊരു ക്രീം മാതിരി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് പാലെടുക്കാം. പാലിലൊട്ടും വെള്ളം ചേർക്കരുത്. ആവശ്യത്തിന് പാലെടുത്തതിന് ശേഷം ഒട്ടും വെള്ളം ഒഴിക്കാതെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നല്ല ഹൈ സിമ്മിൽ നല്ല തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നല്ല വൃത്തിയായിട്ട് തിളയ്ക്കണം, എന്നാലേ അത് കറക്റ്റായിട്ടുള്ള പരുവത്തിന് കിട്ടത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഒന്ന് കൃത്യമായിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. പാല് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കൈ എടുക്കാതെ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാലിനകത്ത് ആ മേളിൽ ആ പാടയുണ്ടല്ലോ, ആ പാട കെട്ടാനായിട്ട് സമ്മതിക്കരുത്. നല്ല കൈ എടുക്കാതെ നല്ല വൃത്തിയായിട്ട് പാല് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതായത് പാല് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും 10 മിനിറ്റെങ്കിലും നമ്മൾ മിനിമം നല്ലപോലെ ഇങ്ങനെ അത് ഇളക്കി കൊടുക്കണം. പാലിനകത്ത് ഒട്ടും പാട കെട്ടാതെ നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ ഇളക്കണേ. ഒരു മിനിമം 5 മിനിറ്റെങ്കിലും കൈയെടുക്കാതെ ഇളക്കണം. ഇളക്കി ആ പാലിനകത്തൊരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒന്ന് വറ്റി പാൽ ആ ഒരു ക്രീമാനുള്ള രീതിയിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് തൈര് എന്ന് പറയുന്നത്. അവൾക്ക് എപ്പോഴും ഇങ്ങനെ തൈര് ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് തൈര് ഉണ്ടാക്കാനായിട്ട് കറക്റ്റായിട്ടൊരു ഐഡിയ അറിയത്തില്ലായിരുന്നു. ഞാനും ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരിൻ്റെ മേളിൽ കുറേ വെള്ളം നിൽക്കും, ഒരു ക്രീമി എഫക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് മടി പിടിച്ചിട്ട് കടയിൽ നിന്ന് തന്നെ അങ്ങ് വാങ്ങിക്കും. അപ്പോൾ പിന്നെ വിചാരിച്ചത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുകളിലുള്ളൊരു ചേച്ചിയാണ് എനിക്ക് ആക്ച്വലി ഈ ഐഡിയ പറഞ്ഞു തന്നത്. ഇങ്ങനെയാണ് തൈര് ആക്ച്വലി യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടതെന്ന്. അതിനുശേഷം ഞാൻ കടയിൽ നിന്ന് തൈര് വാങ്ങിയിട്ടേ ഇല്ല. തൈര് അത്ര ക്രീമി ആയിട്ട് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ക്രീം മീൻസ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മേ ബി അതിനകത്ത് പ്രിസർവേറ്റീവ്സും സാധനങ്ങളൊക്കെ കാണും. പക്ഷെ നമുക്ക് ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് വിശ്വാസമായിട്ട് തൈര് ഉപയോഗിക്കാം. തൈരിനകത്ത് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, ഒരു ഇതും ചേർക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ വീട്ടിലുള്ള പാല് വെച്ചിട്ടാണ് തൈരുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റും കൂടെ ഇങ്ങനെ തിളക്കട്ടെ. നല്ല തിളച്ച് ഒരു തിക്കാവട്ടെ. ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം പാല് നല്ല കറക്റ്റായിട്ട് തിക്കായിട്ട് അതിൽ വെള്ളമൊക്കെ വറ്റി കുറച്ച് പാലൊന്ന് കുറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ? അതിനകത്ത് ഒട്ടും പാട കിട്ടിയിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ഒഴിച്ച പോലെ അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു പരുവാണ് വേണ്ടത്. നിങ്ങളൊരു 10 മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോളൂ. കറക്റ്റ് 10 മിനിറ്റ് നിങ്ങളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോഴത്തേക്ക് അതിൽ വെള്ളമൊക്കെ വറ്റി ഒരു തിക്കായിട്ട് വരും പാല്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയാണ് അടുത്ത ആക്ച്വലി റിയൽ ട്രിക്ക് ഇനിയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്ത് വയ്ക്കുക. നമുക്ക് കുറച്ച് തണുത്ത വെള്ളം എടുത്ത് വയ്ക്കുക. തണുത്ത വെള്ളം മീൻസ് നമ്മുടെ പൈപ്പ് വാട്ടർ ഇല്ലേ, അതുപോലൊരു വെള്ളം എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ പാത്രം ഇതിനകത്ത് ഇറക്കി വയ്ക്കണം. ഈ തണുത്ത വെള്ളത്തിനകത്ത് ഇറക്കി വയ്ക്കണം. ഇറക്കി വെച്ചിട്ട് ഒന്ന് തണുക്കുന്നത് വരെ ചൂടോടെ ഇറക്കി വയ്ക്കണേ. ചൂടോടെ ഇറക്കി വെച്ചിട്ട് വീണ്ടും പാട കെട്ടാതെ ഒന്ന് തണുക്കുന്നത് വരെ. തണുക്കുന്നത് മീൻസ് നമ്മൾ ഒരു വാം എഫക്റ്റ് എടുക്കുമ്പോൾ, അതായത് ചെറിയ ചൂട്, നമ്മളൊന്ന് പൊള്ളാത്ത ചൂട്, നമ്മൾ കുടിക്കുന്ന പാലിൻ്റെ ചൂടുണ്ടല്ലോ, ആ ചൂട് ആകുന്നത് വരെ ഈ പാല് ഈ തണുത്ത വെള്ളത്തിൽ വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പാല് നല്ല വൃത്തിയായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് ഇളക്കി കൊടുത്തു. കണ്ടില്ലേ? നമ്മൾ ആ ഒട്ടും ഒരു പാടയൊന്നുമില്ല, അപ്പോഴുള്ള അതേ പാല് പോലെ ഉണ്ട്. എന്നാൽ നല്ലപോലെ ചൂടെല്ലാം മാറി നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിലിൽ, ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഗ്ലാസ് ബോട്ടിലാണ് നമുക്ക് തൈര് ഒഴിച്ച് വയ്ക്കാൻ ഏറ്റവും നല്ലത്. ഒരു ഗ്ലാസ് ബോട്ടിൽ കുറച്ച് തൈര് എടുത്തതിന് ശേഷം ഇതുപോലൊരു ബീറ്ററോ എന്തെങ്കിലും കൊണ്ടിട്ട് നല്ലപോലെ ആ തൈരിന് നല്ലപോലെ ഉടച്ചു കൊടുക്കുക. നല്ലൊന്ന് ഉടച്ചു കൊടുക്കണം ആ തൈരിന്. അതായത് നമ്മൾ കടയിൽ നിന്ന് കുറേ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുമ്പ് ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ച് തൈര് എടുത്തതാണേ. ആ തൈര് നല്ലപോലെ ഒന്ന് ഇതുപോലൊരു ബീറ്റർ ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചായാലും മതി, കുറച്ചൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പാലുണ്ടല്ലോ, പാല് അതിനകത്ത് ഒഴിച്ച് വയ്ക്കാം.
അതിനകത്ത് ഒഴിച്ചതിന് ശേഷം വീണ്ടും ബീറ്റർ വെച്ചിട്ട് താഴോട്ട് വയ്ക്കാമേ. ഒരു 2 സെക്കൻഡ്സ്, ഒരു 2 to 3 സെക്കൻഡ്സ് ആ പാലും തൈരും എല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്യുക. ബീറ്റർ ഇല്ലെങ്കിൽ സ്പൂൺ മതി കേട്ടോ. പക്ഷെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് അടച്ച് വയ്ക്കാം. ഒരു ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് അടച്ച് വയ്ക്കുന്നതാണ് നല്ലത്. ഇതുപോലെ അടച്ച് നമ്മൾ എവിടെയെങ്കിലും ഒരു ഷെൽഫിലോ എവിടെയെങ്കിലും ഒരിടത്ത് സൂക്ഷിച്ച് വയ്ക്കാം. എന്നിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് തൈര് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് ഞാൻ നാളെ രാവിലെ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാമേ. ഇപ്പോൾ രാത്രിയാണ് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നത്, രാവിലെ കാണിച്ചു തരാം. തൈര് എങ്ങനെയുണ്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, തൈര് എന്ത് ക്രീമി ആയിട്ട് കറക്റ്റാണ്. നിങ്ങൾ അതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം. ഒരു ഇത് കണ്ടോ, ഇങ്ങനെ ആക്കിയാലും മാറത്തില്ല, ഇങ്ങനെ ആക്കിയാലും മാറത്തില്ല. കണ്ടോ, കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ തന്നെ അങ്ങനെ തിക്കായിട്ടിരിക്കും. ഞാനത് നിങ്ങളതിനടുത്ത് കാണിച്ചു തരാം. കണ്ടോ അതിൻ്റെ ടെക്സ്ചർ, ഇത് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈസി ആയിട്ടുള്ള മെത്തേഡിൽ തൈര് ഉണ്ടാക്കുന്നത്.